എല്ലാവർക്കും വെൽക്കം അല്ലേ. അപ്പം നമ്മളിന്ന് കാണിക്കുന്നത് ഇന്ന് വാവാണ്, കർക്കിടക വാവ്. ചിലപ്പോൾ അത് കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾക്ക് വീഡിയോ കിട്ടുന്നത്. എന്നാലും ഇന്നത്തെ ദിവസം നമ്മൾ എന്തൊക്കെയാണ് നമ്മളെ പരിപാടി എന്നൊക്കെയാണ് നമ്മൾ കാണിക്കുന്നത് അല്ലേ. അപ്പം നമ്മൾ ചെറിയൊരു സദ്യയൊക്കെ ഉണ്ടാക്കിയിട്ട് പായസമുണ്ട് പറഞ്ഞോ. സദ്യക്ക് വേണ്ടിയിട്ടുള്ള പരിപ്പല്ല പരിപ്പ് കറി പോലെ വെക്കുന്നതാണേ. അതാണിപ്പോൾ കുക്കറിലിരിക്കുന്നത് കേട്ടോ. സാമ്പാറിൻ്റെ സാധനങ്ങളൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി കഴുകി ഇത് ഉണ്ടാക്കണം. അതെല്ലാം ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം. അച്ഛനും മോനും കൂടെ ചിക്കൻ മേടിക്കാൻ പോവേണേ. ചിക്കൻ കണ്ടോ ചേട്ടൻ പാത്രം കഴുകുന്നു. അടിമപ്പണിയല്ല, അത് നല്ല കാര്യമില്ലേ, എല്ലാവരും കണ്ടുപിടിക്കേണ്ട കാര്യമാണ്. രണ്ടുപേരും ഉണ്ടെങ്കിൽ രണ്ടുപേരും കൂടെ ഷെയർ ചെയ്ത് എല്ലാം ചെയ്യുന്നത് നല്ലത്. ഷെയറിങ് ഈസ് കെയറിങ്, കറക്റ്റ്. അത് നമ്മളെ എല്ലാ കാര്യത്തിലും, ജോലിയുടെ കാര്യത്തിലും എല്ലാ കാര്യത്തിലും നമ്മൾ ചെയ്യണം. കണ്ട ചേട്ടൻ പാത്രം കഴുകി. അപ്പവും നല്ല സോയ ചങ്ക്സ് കറി. അടുത്ത വീഡിയോ എടുക്കാൻ പോയ സമയം കൊണ്ട് അപ്പം കരിഞ്ഞു ഗൈസ്. ഇതിലുണ്ടാക്കുന്ന എല്ലാ കറികളുടെയും ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഷോർട്സും വീഡിയോസും ആയിട്ട് അപ്ലോഡ് ചെയ്യാം. അത് മിസ്സാകാതിരിക്കാൻ നിങ്ങളെല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അങ്ങനെ പയറ് കറി റെഡി ആയിട്ടുണ്ട്. ഇവിടെ നമ്മളെ സദ്യയുടെ സാധാരണ പരിപ്പ് കറിയില്ലേ, അതിനെക്കാട്ടിയും ഈ പയറ് കറിയാണ് ഇവിടെ ഇഷ്ടം കേട്ടോ എല്ലാവർക്കും. അതാ ഈ കറി വെക്കുന്നത് കേട്ടോ. ഇനി അടുത്ത് സാമ്പാർ വെക്കുവാണേ. അത് കുക്കറിലാക്കിയതിന് ശേഷം ഞാൻ പിന്നെ ചിക്കനുള്ള ഉള്ളി അരിയാനാണ് പോയത്. അങ്ങനെ അതും റെഡിയായി കേട്ടോ. വീഡിയോയിലൊക്കെ 1 സെക്കൻഡ് കൊണ്ടല്ലേ അരിഞ്ഞ് തീർന്നത്. പക്ഷേ അതൊക്കെ റിയൽ ലൈഫിൽ നടക്കും. നമ്മൾ എത്ര നേരം നിന്ന് കരഞ്ഞാണ് ഇത്രയും ഉള്ളി അരിഞ്ഞെടുക്കുന്നതല്ലേ. അങ്ങനെ സാമ്പാർ റെഡിയാക്കിയേ. ഇവിടെ അമ്മ മാത്രമാണ് കേട്ടോ ബലിയിടാൻ പോയത്. അപ്പോൾ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് സദ്യ ഒരുക്കുന്നത്. പിന്നെ ഞങ്ങളുടെ വീട്ടിലൊക്കെ ഇങ്ങനെ വെച്ച് കൊടുപ്പ് അങ്ങനെയൊക്കെ ഉണ്ട്. ഇവിടെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ അങ്ങനെയൊന്നുമില്ല. വെച്ച് കൊടുപ്പെന്ന് പറയുമ്പോൾ നമ്മൾ മരിച്ചവർക്ക് വേണ്ടിയിട്ട് സദ്യ ഒരുക്കി കൊടുക്കും. ഇവിടെ അങ്ങനെയില്ല, ബലിയിട്ടവർ വ്രതം മുറിക്കുന്നതാണ്. അങ്ങനെ ചിക്കൻ കറിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ പറമ്പിൽ നിന്ന്, നമ്മളെ എസ്റ്റേറ്റിൽ നിന്ന് ഇല വെട്ടിണ് നോക്കൂ. എന്താന്ന് വെച്ചേ? അതെ അതെ അതെ, ഞാൻ അങ്ങോട്ട് വരുന്നില്ല കേട്ടാ. ഇതാര്? ത്രിലോകാ? ഹായ് ത്രിലോക്. അത് കീറുകയും ചെയ്തു. എന്തോടാ നീ ചെയ്തത്? ഞാൻ വീഡിയോ നോക്കിക്കോളാം. ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ ഫ്രൈഡ് ചിക്കനും പിന്നെ മോമോസ്. നല്ല മോമോസൊക്കെ ഇപ്പോൾ ഇലയിൽ വിളമ്പും. കാശിയുടെ മോമോസും ഫ്രൈഡ് ചിക്കനും. ഇവിടെ നല്ല മഴയുണ്ട് കേട്ടോ, അതാണ് ചളി പിടിയായിട്ട് കിടക്കുന്നില്ല. ഭയങ്കര ചെളിയായിട്ട്, കാരണം റോഡിലുള്ള വെള്ളം മൊത്തം മുറ്റത്താണ് വരുന്നത്. അങ്ങനെ മൊത്തം ചെളിയായിട്ട് കിടക്കും. നമ്മൾ ഇലയൊക്കെ എടുത്ത്, അതെ കാശിക്ക് പാത്രത്തിലാണേ. അങ്ങനെ പെട്ടെന്ന് ഞാൻ പായസവും റെഡിയാക്കി. ഇതാണേ ഞങ്ങളുടെ അമ്മ വന്ന ഉടനെ പപ്പടം പൊരിക്കുവാണ് കേട്ടോ. അമ്മ കൊള്ളാമോ? ശരിയാണ്, ചിക്കൻ കറി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അമ്മ നമ്മൾ എന്തുണ്ടാക്കി കൊടുത്താലും നല്ലതെന്നേ പറയുള്ളൂ. അത് ചിലപ്പോൾ ടേസ്റ്റ് ഇല്ലെങ്കിലും അമ്മ അടിപൊളിയെന്നേ പറയത്തുള്ളൂ. കുളിച്ചു കേട്ടോ. കാശി കുളിച്ചില്ല. കാശി കുളിക്കാതെയാണോ ചോറ് കഴിക്കുന്നത്? യെസ്, കാശിക്ക് കുളിക്കാനൊക്കെ ഭയങ്കര മടിയാണ്. അടുത്ത നമ്മൾ എല്ലാം കഴിഞ്ഞ് ഫുഡൊക്കെ സെറ്റാക്കി ആഹാരം കഴിക്കാനായിട്ടുള്ള പരിപാടിയിലോട്ട് പോകുന്നു. കൊള്ളാമോ? ടേസ്റ്റ് ഉണ്ടോ? അങ്ങനെ ചോദിക്കണേ എന്തിനാ? അങ്ങനെ ചോദിക്കുന്നത്. ഓക്കെ, ഞാൻ ടേസ്റ്റ് ഇല്ലെന്ന് പറയണം.
നീ ഇതെല്ലാം തിരിച്ചെടുത്തോണ്ട് പോകണം. എന്തിനാ അങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും പാടില്ല. അങ്ങനെ ഞാൻ ചെയ്യും. തോരനുണ്ട്, അവിയലുണ്ട്, പിന്നെ ഇത് സോയാബീൻ കറിയാണ് കേട്ടോ. പിന്നെ പരിപ്പ്, പപ്പടം, ചിക്കൻ, സാമ്പാർ, പിന്നെ പായസം. പിന്നെ പായസം കൂടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ കഴിച്ചിട്ട് പറയാം. അമ്മച്ചി, അലീനയെ കൂടെ കാണിച്ചോടെ? ഓ, അലീനെ കാണിച്ച് നേരത്തെ കാണിച്ചായിരുന്നു. ഒന്നും കൂടെ കാണിച്ചു. കാണിച്ചടാ. അലീന ഇതാണ് അലീന, കാശിയുടെ ഫ്രണ്ട്. ഇതാണ് മൈ ഫാദർ. കാണിച്ചോടമ്മ. കാശി ഫുഡ് കൊള്ളായിരുന്ന? അടിപൊളി. കറികളൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി. ഇഷ്ടമായി? പപ്പടം എടുത്തിട്ട് അമ്മച്ചി പറഞ്ഞു, ഏത് കറിയാണ് ഇഷ്ടപ്പെട്ടത്? ഇത് മറ്റേ ഗുരുവായൂർ പപ്പടമാണ് കേട്ടോ, അതാണ് ഈ കളർ ഇരിക്കുന്നത്. ചിക്കൻ കറിയാണ് ഇഷ്ടപ്പെട്ട? നല്ല മഴയാണേ, നല്ല മഴ പെയ്യുന്നുണ്ട്. അങ്ങനെ ഞങ്ങളെ ഈ കുഞ്ഞു ഫാമിലിയുടെ വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണേ.